الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ മഹളായ ഫള് കൊണ്ട് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ഈ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണം അല്ലാ. ആഫിയത്തോടുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ആ ചരിത്രങ്ങളാണ് നാം പറഞ്ഞുകൊണ്ട് വന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഫാത്തായപ്പോൾ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്താക്കി റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് ജീവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നു. ഇനി അബ്ദുൽ മുത്തലിബ് വഫാത്താകാൻ പോകുന്ന സമയം 8 വയസ്സ്, റസൂലുള്ളാഹിക്ക് 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് വഫാത്തായിപ്പോയി, മരിച്ചുപോയി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്ന നേരം അബ്ദുൽ മുത്തലിബിന്റെ മോനാകുന്ന അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിനേക്ക് ഒരുപാട് മക്കളുണ്ട്. ഹബീബായ മുത്തുനബിന്റെ വാപ്പയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മദീനത്ത് വഫാത്തായിപ്പോയത്. അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. ആ മക്കളെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇതാ മോനെ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. നിനക്കതറിയാമല്ലോ. അബ്ദുൽ മുത്തലിബ് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പേരക്കുട്ടിയാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആ തങ്ങളോട് എത്ര സ്നേഹമുണ്ട് എന്ന് നിനക്കറിയാം. എൻ്റെ 2 കൊല്ലത്തെ ജീവിതത്തിൽ ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട്, ആ മോനുമായിട്ട് എങ്ങനെയാണ് ജീവിച്ചത് അതെല്ലാം നീ കണ്ട് അറിഞ്ഞവനാണ്, മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ, ആ വിഷയത്തിൽ, ആ കുട്ടിയുടെ വിഷയത്തിൽ, എൻ്റെ മോൻ്റെ വിഷയത്തിൽ എൻ്റെ വഫാത്തിൻ്റെ ശേഷം നീ എങ്ങനെയാണ് ആ കുട്ടിയുമായിട്ട് പെരുമാറുന്നത്? ഞാനിതാ മരിക്കാൻ പോകുന്നു, എൻ്റെ മരണം അടുത്തായി. ഇനി ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിയുടെ സംരക്ഷണം എടുക്കേണ്ടത് നീയാണ്. അപ്പോൾ നീ എങ്ങനെയാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് മോൻ പറയുന്നു, പിതാവേ, ബാപ്പ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വസിയത്താക്കേണ്ട ആവശ്യമില്ല. പറയുന്നു, യാ ബുനയ്യ ഖദ് അലിംത ശിദ്ദത ഹുബ്ബി ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജിദി ബിഹി. മോനെ വിളിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പറയുന്നു, എൻ്റെ മോനാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കുള്ള ഇഷ്ടം, എനിക്കുള്ള ഹുബ്ബ് അത് എത്രയാണ് നിനക്കറിയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് എത്രയാണ് ശ്രദ്ധിക്കുന്നതെല്ലാം നിനക്കറിയാം. അതേ സമയത്ത് ഞാൻ വഫാത്തായാൽ, ഞാൻ മരിച്ചു പോയാൽ ആ കുട്ടിയുടെ വിഷയം നീ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചതിനേക്കാളും, ഞാൻ ഹുബ്ബ് വെച്ചതിനേക്കാളും, ഞാൻ പിരിസം വെച്ചതിനേക്കാളും നീ എന്താക്കണം, കൂടുതലായിട്ട് പിരിസം വെക്കണം. അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് ബാപ്പയോട് പറയുന്നു, ബാപ്പ, യാ അബത്തി ലാ തൂസീനി ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ഇബ്നി വബ്നു അഖി. ബാപ്പ, മുഹമ്മദിന്റെ വിഷയത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വസിയത്താക്കേണ്ട കാര്യമില്ല, അത് എൻ്റെ മോനാണ്. അബൂ താലിബ് പറയുന്നു, ഫഇന്നഹു ഇബ്നി, അത് എൻ്റെ മോനാണ്. വബ്നു അഖി, എൻ്റെ സഹോദരൻ അബ്ദുള്ളയുടെ മോനാണ്. ആ വിഷയത്തിൽ ബാപ്പ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബാപ്പ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എൻ്റെ മോനാണ്, എൻ്റെ സഹോദരനാകുന്ന അബ്ദുള്ളാന്റെ മോനാണ്. ഞാൻ നല്ല പോലെ ബാപ്പനേക്കാളും യാറെ ഞാൻ എന്താക്കും, സ്നേഹിക്കും, പിരിസം വെക്കുമെന്ന് ബാപ്പയോട് തിരിച്ച് അബൂ താലിബ് പറയുന്നു. അങ്ങനെ ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുൽ മുത്തലിബ് വഫാത്തായപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞുപോയി. കാരണം എല്ലാ നിരക്കും സംരക്ഷണം കൊടുത്തത് അബ്ദുൽ മുത്തലിബാണ്. ആ വാപ്പന്റെ സ്ഥാനത്ത് നിന്ന് സംരക്ഷണം കൊടുത്തത് ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിക്ക് വല്ലാതെ ദുഃഖമായി.
അള്ളാഹുവിന്റെ റസൂലിക്ക് ബേജാറായി. അബ്ദുൽ മുത്തലിബിനെ ആ ഖബർ മൈതാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ പിന്നാലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത് ഞാൻ കണ്ടു എന്ന് ഐമൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഹബീബായ മുത്തുനബിയോട് ഉപ്പാപ്പക്കുള്ള സ്നേഹം എത്രയാണ്, ആ എളാപ്പമാർക്കുള്ള സ്നേഹം എത്രയാണ്. ആ റസൂലുള്ളാഹിന്റെ കുട്ടിക്കാലത്ത് അബ്ദുൽ മുത്തലിബ് സ്നേഹിച്ചതും ആ കുട്ടിയുടെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടതും സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചത് പേരക്കുട്ടിയാകുന്ന പുള്ളിയാകുന്ന ഹബീബായ മുത്തുനബിയോടാണ്. അങ്ങനെ അബൂ ത്വാലിബിന്റെ നിയന്ത്രണത്തിലാണ് പിന്നെ ഹബീബായ മുത്തുനബി ഉള്ളത്. എളാപ്പന്റെ കസ്റ്റഡിയിലാണ്. എളാപ്പയാണ് പിന്നെ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ എളാപ്പയാകുന്ന അബൂ ത്വാലിബിലേക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് എത്രയോ പറയാറുണ്ട്. അബൂ ത്വാലിബാണെങ്കിലോ റസൂലുള്ളാഹിനെ ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും വിട്ടുനിന്നിട്ടില്ല. എല്ലാ സമയത്തും ഉറങ്ങുമ്പത്തും പുറത്ത് പോകുമ്പത്തും യാത്ര പോകുമ്പത്തും എപ്പോഴും റസൂലുള്ള കൂടെ ഉണ്ടാകും. അബൂ താലിബിന് ആരെയും മക്കളുണ്ടാകും, അതൊന്നും കണക്കല്ല. എല്ലാ സമയത്തും ഉറങ്ങുമ്പത്തും പുറത്ത് പോകുമ്പത്തും എപ്പോഴും റസൂലുള്ള അബൂ താലിബിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഏത് വിഷയത്തിലും റസൂലുള്ളാഹിനെ വിട്ടിട്ടൊരു വിഷയമില്ല. ഇനി ഉണ്ണുമ്പോ പോലും ചരിത്രം പറയുന്നു, ഉണ്ണുമ്പോ പോലും ഹബീബായ മുത്തുനബി ഇല്ലാണ്ട് അബൂ ത്വാലിബ് ചോറുണ്ടിട്ടില്ലാണ്ട്. ഇനി അങ്ങ് ഒറ്റക്ക് ഉണ്ടെങ്കിലും അങ്ങ് മക്ക എല്ലാവരും കൂടിയിട്ട് ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടാണ്ട് എന്താക്കിയിട്ടില്ല, ചോറുണ്ടിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹിനെ കൂട്ടാണ്ട് ചോറ് ഉണ്ടെങ്കിൽ ആ ചോറ് അങ്ങ് മയ്യായിക്കൊള്ളില്ല എന്നുണ്ട്. കുറെ മക്കയില്ലേ, കുറെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ റസൂലുള്ള ഇല്ലാത്ത സമയത്ത് അങ്ങ് ചോറുണ്ടാറെങ്കിൽ അങ്ങ് എല്ലാവർക്കും ആ ചോറ് ഉണ്ടത് മയ്യാവുള്ള. അതേ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒട്ടികതയിൽ പാടിയിട്ട് ചോറുണ്ടെങ്കിൽ ചോറ് ഉണ്ടിട്ട് പിന്നെയും ബറക്കത്തിന്റെ ചോറ് അവിടെ ബാക്കി ഉണ്ടാകും. അതാണ് ചരിത്രം പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് മക്കളോട് പറയുന്നു, ഖമാ അൻതും ഹത്താ യഹ്ളുറ ഇബ്നി. അബൂ ത്വാലിബിന്റെ എല്ലാ മക്കളും അതേപോലെ എല്ലാ കുടുംബങ്ങൾ വെച്ചിട്ട് ആ സുപ്രയിൽ വെച്ചെങ്കിൽ അബൂ ത്വാലിബ് പറയും, നീ ഒന്ന് കുറച്ച് നിക്കറു, ഹത്താ യഹ്ളുറ ഇബ്നി, എൻ്റെ മോൻ വരുന്നത് പോലെ. എൻ്റെ മോണു ഈ സുപ്രയിലേക്ക് ചോറുണ്ടെങ്കിൽ മറുത്തോളെങ്കിൽ നിക്കറു, നിങ്ങൾ അർജന്റ് ആക്കണ്ട. അങ്ങനെ വന്നാൽ കുട്ടി എന്താക്കും, ഉണ്ണും. എന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ത്വാലിബ് പറയും, ഇന്നക ലമുബാറകുൻ, മോനെ നീ വലിയ ബറക്കത്ത് കിട്ടിയവനാണ്, വലിയ ബറക്കത്തുള്ള മോനാണ്. എന്തേ, ഞങ്ങൾ എത്ര ആൾ എപ്പോഴും ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാണ്ട് ഞങ്ങൾ ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ചോറ് മയ്യാവില്ല. നിങ്ങൾക്ക് ചോറ് വേണ്ടി തന്നെ വേറെ നിറയോളം അത് നിങ്ങൾക്ക് മയ്യാവില്ല. അതേ സമയത്ത് നിങ്ങൾ ഉള്ള മജ്‌ലിസിൽ ചോറുണ്ടുമ്പത്തേക്ക് ആ ചോറ് ഉണ്ടിട്ടു പിന്നെയും യാറാവുള്ളൂ. ഇന്നക ലമുബാറകുൻ, നീ ബറക്കത്താക്കപ്പെട്ട കുട്ടിയാണെന്ന് കുഞ്ഞബ പറയണമെങ്കിൽ ആലോചനാക്കിണ്ടോ. സ്വന്തം ബാപ്പ ചൊല്ലല്ല, അജ്ജ ചൊല്ലല്ല, ഒരു കുഞ്ഞബ ചൊല്ലേ. അപ്പൊ എത്ര റസൂലുള്ളാഹിനോടുള്ള ആ സ്നേഹവും റസൂലുള്ളാഹിന്റെ ബറക്കത്ത് അങ്ങ് എത്ര കണ്ടിട്ടിക്കുവാറ്. അതാണ് അബൂ ത്വാലിബ് ചൊല്ലേ, ഇന്നക ലമുബാറകുൻ. കാരണം അങ്ങനെ മക്കളെല്ലാം വെച്ചിട്ട് ആ ചോറ് ഉണ്ണോട് മയ്യാവുള്ളെങ്കിൽ എല്ലാ മക്കും വേണ്ടി എത്രാവുള്ള ഹബീബായ മുത്തുനബി വന്നാൽ അള്ളാഹു തആല അങ്ങനത്തെ ഒരു ബറക്കത്ത് ആ ജാഗിക അവനോട് ആ സുപ്രയിലേക്ക് അള്ളാഹു തആല നടക്കുന്നുണ്ട്, ചൊരിച്ചു കൊടുക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി പെരുമാറാകട്ടെ. അതേപോലെ ഇബ്നു അസാക്കിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. ഇൻഷാ അള്ളാഹ് നാളത്തെ ക്ലാസ് നമുക്ക് എന്താക്കാം, പഠിക്കാം. ഒരു അത്ഭുതകരമായ സംഭവം. അബൂ ത്വാലിബിന്റെ ആ ഈ തണൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് അത്ഭുത വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ആ വിഷയം നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമുർ റഹീമായ അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണെന്ന വിഷയത്തിൽ അള്ളാഹുവേ നിനക്കാണ് വലിയ ശുക്ർ.
ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി ഉമ്മത്തികളെ കൂടി നീ പെടുത്തിയല്ലോ അല്ലാ. ഫലക്കൽ ഹംദു വലക ശുക്രു യാ അല്ലാഹ്. ആ ഹബീബായ മുത്തുനബിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണം അല്ലാഹ്. അല്ലാഹുവേ ആ ഹബീബായ മുത്തുനബിയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തിയാക്കണം അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫു ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ഞങ്ങളെ പലരും രോഗമായി ഹോസ്പിറ്റലിലും വീട്ടിലും കഴിയുന്നുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ആഫിയത്ത് നൽകണം റഹ്മാനേ. അല്ലാഹു ഒരു 8 വയസ്സുള്ള പെൺകുട്ടിക്ക് ഹാർട്ടിൽ ഓട്ടയാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ആയിട്ടുണ്ട് അല്ലാഹുവേ പൂർണ്ണമായ ശിഫ നൽകണം അല്ലാഹ്. പൂർണ്ണമായ ശിഫ നൽകണം അല്ലാഹ്. അത്തരം രോഗത്ത് ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ പാണിയത്തിരി ഞങ്ങളെ ബിസിനസ് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ.